അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങളോട് എല്ലാവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ വീഡിയോ ഇപ്പോൾ തന്നെ 1000-ൽ കൂടുതൽ വ്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ 200-ൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് കമൻസിലൂടെ ആയിക്കോട്ടെ, പേഴ്സണൽ മെസ്സേജസിലൂടെ ആയിക്കോട്ടെ നല്ല അഭിപ്രായങ്ങൾ അറിയിച്ച ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ടിപ്സ് പറഞ്ഞു തന്നവരുണ്ട്. വീഡിയോൻ്റെ ക്വാളിറ്റി എങ്ങനെ മെച്ചപ്പെടുത്താം, ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നൊക്കെ ടിപ്സ് പറഞ്ഞു തന്ന ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെയുള്ള നന്ദി ആദ്യം തന്നെ അറിയിക്കുകയാണ്. അപ്പോൾ പരമാവധി കമൻറ്റ് ചെയ്ത് തന്നെ ടിപ്സ് ആയിക്കോട്ടെ, അഭിപ്രായങ്ങളായിക്കോട്ടെ, അതിപ്പോൾ നല്ല അഭിപ്രായം ആയിക്കോട്ടെ, മോശം അഭിപ്രായം ആയിക്കോട്ടെ, നിങ്ങൾ മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങളായിക്കോട്ടെ, അത് പരമാവധി കമൻസിലൂടെ തന്നെ അറിയിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ അധികം ലേഖടിപ്പിക്കാതെ നമുക്ക് ഇന്നത്തെ കണ്ടന്റിലേക്ക് കടക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ട്രേഡിംഗ് എന്താണെന്ന് പഠിച്ചു, അതിനെ മറ്റുള്ള ബിസിനസ്സുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് പഠിച്ചു. എന്താണെന്ന് നമുക്കിപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഇനി അറിയാനുള്ളത് ഈ ട്രേഡ് എങ്ങനെ ചെയ്യാം. ട്രേഡ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്ന പ്ലാറ്റ്ഫോം സെറോദയുടെ കൈറ്റ് ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം സെറോദയുടെ കൈറ്റ് വഴി എങ്ങനെ ട്രേഡ് ചെയ്യാം, എങ്ങനെ ചാർട്ടുകൾ അനലൈസ് ചെയ്യാം, എങ്ങനെ സ്റ്റോക്കുകൾ ആഡ് ചെയ്യാം, വാച്ച് ചെയ്യാം, അതിലുള്ള മറ്റ് സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ കൈറ്റ് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ മോണിറ്റർ വഴിയും ഉപയോഗിക്കാൻ പറ്റും, അതല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വഴി ഉപയോഗിക്കാൻ പറ്റും. സ്മാർട്ട് ഫോണിൽ പ്ലേ സ്റ്റോറിൽ കൈറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്, അതുവഴി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് കമ്പ്യൂട്ടർ മോണിറ്ററിൽ എങ്ങനെയാണ് കൈറ്റ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം, എങ്ങനെയാണ് ലോഗിൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് കമ്പ്യൂട്ടർ മോണിറ്ററിലൂടെ കൈറ്റ് വാച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നേരെ സ്ക്രീനിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള ബ്രൗസർ ഏതാണോ ആ ബ്രൗസർ ഓപ്പൺ ആക്കുക. ഞാനിപ്പോൾ ഗൂഗിൾ ക്രോമാണ് ഓപ്പൺ ആക്കുന്നത്. അവിടെ സെർച്ച് ചെയ്യുക kite.serodha.com. kite.serodha.com. അപ്പോൾ ഇങ്ങനെയൊരു വിൻഡോയിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. ഇവിടെ നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുക്കുക, ലോഗിൻ ചെയ്യുക. അപ്പോൾ ലോഗിൻ കൊടുത്താൽ നിങ്ങളുടെ പിന്ന് ടൈപ്പ് ചെയ്യാനുള്ള വിൻഡോ വരും. അവിടെ പിന്ന് ടൈപ്പ് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ കണ്ടിന്യൂ കൊടുത്താൽ ഓപ്പൺ ആയി വരുന്ന വിൻഡോയിൽ നിങ്ങൾക്ക് ഇങ്ങനെ പലതും കാണാൻ സാധിക്കും. നിങ്ങളുടെ ഡാഷ്ബോർഡ്, ഓർഡേഴ്സ്, ഹോൾഡിങ്സ്, പൊസിഷൻസ് ഇങ്ങനെ കുറേ ഉണ്ടാകും. ഇടത് സൈഡിൽ കുറേ ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് റിലയൻസ്, HDFC ബാങ്ക്, ടാറ്റ മോട്ടോഴ്സ് അങ്ങനെ കാണുന്നത് ഞാൻ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ച സ്റ്റോക്കുകളാണ്. അതായത് നിങ്ങൾക്ക് ഡെമോ കാണിക്കാൻ വേണ്ടി ഞാൻ ആഡ് ചെയ്ത് വെച്ച സ്റ്റോക്കുകളാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ആദ്യം ഈ ഒരു സൈഡിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഈ ആഡ് ചെയ്ത് വെച്ച സ്റ്റോക്കുകളുടെ സൈഡിലേക്ക് ശ്രദ്ധിക്കുക. ഈ ഒരു സൈഡിനെ പറയുന്നത് വാച്ച് ലിസ്റ്റ് എന്നാണ്. ഇവിടെ ഇപ്പോൾ ഒരുപാട് സ്റ്റോക്കുകൾ നിങ്ങൾ ആഡ് ചെയ്ത് വെച്ചത് കാണുന്നുണ്ട്. അപ്പോൾ ആദ്യം അറിയേണ്ടത് എങ്ങനെയാണ് ഈ വാച്ച് ലിസ്റ്റിലേക്ക് ഒരു സ്റ്റോക്ക് ആഡ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് ഓൾറെഡി നിങ്ങളുടെ മൈൻഡിലുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഫെഡറൽ ബാങ്ക് ആണെന്ന് വിചാരിക്കുക. ഫെഡറൽ ബാങ്കിന് എന്തെങ്കിലും ന്യൂസ് നിങ്ങൾ കണ്ടു, അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു ഫെഡറൽ ബാങ്കിൽ ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ എന്തെങ്കിലും ഒരു പ്ലാൻ അനുസരിച്ച് ഫെഡറൽ ബാങ്കിലാണ് നിങ്ങൾ ഇന്ന് ട്രേഡ് ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താവണം, ഫെഡറൽ ബാങ്ക് ഇവിടെ ആഡ് ആക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളിവിടെ കാണുന്ന സെർച്ച് ബാറിൽ ജസ്റ്റ് ഫെഡറൽ ബാങ്ക് എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ കാണുന്നുണ്ട് ഫെഡറൽ ബാങ്ക്. ഇവിടെ NSE എന്നും BSE എന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ NSEയുടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യാൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളിപ്പോൾ ഒരുപാട് ഐക്കൺസ് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഈ പ്ലസ് ചിഹ്നമുള്ള ഗ്രീൻ ഐക്കണ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആഡ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഫെഡറൽ ബാങ്ക് നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാം. ഫെഡറൽ ബാങ്ക് ഇവിടെ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ആയിട്ടുണ്ടാകും. ഏറ്റവും താഴെയായിട്ട് ഫെഡറൽ ബാങ്ക് ആഡ് ആയിട്ടുണ്ടാകും. ഇതുപോലെ നിങ്ങൾക്ക് ഏതൊക്കെ സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ആഡ് ആക്കണോ അതൊക്കെ നിങ്ങളിവിടെ സെർച്ച് ബാറിൽ പോയി സെർച്ച് ചെയ്ത് ഇതേപോലെ ആഡ് ആക്കി വെക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ആഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സ്റ്റോക്കുകളെ പ്രൈസിലുണ്ടാകുന്ന ലൈവായിട്ടുള്ള ചേഞ്ചസ് നമുക്കിവിടെ കാണാൻ പറ്റും. അതിനാണ് ഇങ്ങനെ വാച്ച് ലിസ്റ്റിൽ നമ്മൾ ആഡ് ചെയ്ത് വെക്കുന്നത്. നമുക്ക് ഇവിടെ ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണാം, ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കാണാം പ്രൈസ് ഇങ്ങനെ കാണാം. ഇത് ലൈവായിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് കാണാം. ഇതിപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ആണ്, അതുകൊണ്ട് ഇപ്പോൾ ലൈവായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. അതിൻ്റെ തൊട്ടിപ്പുറം കാണുന്നത് അതിൻ്റെ പേഴ്സൻറ്റേജ് ചേഞ്ച് ആണ്. അതായത് ഇന്നലത്തെ ക്ലോസ് ചെയ്ത പ്രൈസ്, അതായത് റിലയൻസിൻ്റെ പ്രൈസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 2586 രൂപയിലാണ്.
റിലയൻസിൻ്റെ ഒരു ഓഹരിക്ക് ഇപ്പോൾ 2586 രൂപയാണ് പ്രൈസ്. ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൈസ് 2586 രൂപയ്ക്ക് അറൗണ്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 1.17% എന്നൊരു പെർസെൻറ്റേജ് കാണാം. അതെന്താണെന്ന് വെച്ചാൽ ഇന്നലെ റിലയൻസ് ട്രേഡ് ചെയ്ത് നിർത്തിയ പ്രൈസ്, അതായത് ഇന്നലെ മാർക്കറ്റ് അവസാനിക്കുമ്പോൾ ഇന്നലെ റിലയൻസ് ട്രേഡ് ചെയ്ത് നിർത്തിയ പ്രൈസിനേക്കാളും 1.17% കൂടുതലാണ് ഇപ്പോൾ റിലയൻസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൈസ്. അതായത് റിലയൻസിൻ്റെ ഓഹരി ഇന്ന് ലാഭത്തിലാണ്, ഇന്ന് 1.17% ലാഭത്തിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് പെർസെൻറ്റേജ്. അതുപോലെ തന്നെ നിങ്ങളിങ്ങനെ ഈ സ്റ്റോക്കുകളുടെ മുകളിലൂടെ പോയിന്റർ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഒരുപാട് ഐക്കൺസ് കാണുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ബ്ലൂ കളറിൽ ബി എന്ന് കാണുന്നത് ബൈ ബട്ടണാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ റിലയൻസിൻ്റെ ഓഹരി വാങ്ങണമെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ട ബട്ടണാണ് ഈ ബൈ ബട്ടൺ, ബി എന്ന ബൈ ബട്ടൺ. അതായത് നിങ്ങൾ ബൈ ചെയ്യുന്ന പോലെ തന്നെ സെല്ല് ചെയ്യാനുള്ള ബട്ടണാണ് സെൽ ബട്ടൺ. ഇവിടെ കാണാൻ നിങ്ങൾക്ക് മാർക്കറ്റ് ഡെപ്ത് എന്നൊരു ഐക്കൺ കാണാം. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡാറ്റ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലൈവായിട്ട് ചേഞ്ച് ചെയ്യുന്ന ഒരുപാട് നമ്പേഴ്സ് കാണാം, ഒക്കെ കാണാൻ പറ്റും. നിങ്ങൾ അതിലേക്കൊന്നും നിങ്ങളുടെ കണ്ണിപ്പോൾ പോകണ്ട. ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് താഴോട്ട് വന്നാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഓപ്പൺ, ലോ, ഇപ്പുറത്തെ സൈഡിലുള്ളത് ഹൈ, പ്രീവിയസ് ക്ലോസ്. ഇത് പ്രീവിയസ് ക്ലോസ് ആണ്, പ്രീവിയസ് ഡേൻ്റെ ക്ലോസ് ആണ്. ഇത് കോൺസ്റ്റന്റ്. ഇവിടെ ഓപ്പൺ എന്നുള്ളതിൻ്റെ നേരെ നിങ്ങൾക്ക് കാണാം 2555.10. അതവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത് കാണാം, അതിൽ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ 9:15 മാർക്കറ്റ് ഓപ്പൺ ആക്കിയപ്പോൾ ഉള്ള റിലയൻസിൻ്റെ പ്രൈസാണിത്. 2555 രൂപയിലാണ് റിലയൻസിൻ്റെ ഓഹരി ഇന്ന് വ്യാപാരം സ്റ്റാർട്ട് ചെയ്യുന്നത്. 2555 രൂപയിലാണ് അത് ഓപ്പൺ ആകുന്നത്. അതാണ് ഈ ഓപ്പൺ. രാവിലെ 9:15 മുതൽ വൈകുന്നേരം 3:15 വരെയാണ് നമ്മുടെ ട്രേഡിംഗ് ടൈം. അതായത് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ടൈം രാവിലെ 9:15 മുതൽ വൈകുന്നേരം 3:15 വരെയാണ്. അതുപോലെ അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാം ലോ കാണിക്കുന്നത് 2547.35 ആണ്. ഈ ലോയുടെ മീനിങ് ഇന്ന് ലൈവ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസം പരമാവധി അത് എത്ര താഴോട്ട് പോയിട്ടുണ്ട്, അതിൻ്റെ പ്രൈസ് പരമാവധി എത്ര താഴോട്ട് പോയിട്ടുണ്ട്, അതാണ് ഈ ലോ. 2547.35 വരെ റിലയൻസിൻ്റെ പ്രൈസ് താഴോട്ട് വീണിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും തിരിച്ച് കയറിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം. പരമാവധി താഴേക്ക് വീണിട്ടുള്ളത് 2547.35 ആണ്. അപ്പോൾ പിന്നെ ഹൈനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഉണ്ടാവില്ല. ഇന്നത്തെ ട്രേഡിംഗ് ദിവസത്തിൽ പരമാവധി റിലയൻസിൻ്റെ ഓഹരി പരമാവധി മേലോട്ട് പോയിരിക്കുന്നത് 2592.60 വരെയാണ് പരമാവധി റിലയൻസിൻ്റെ ഓഹരി മേലോട്ട് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതുകൂടി നോക്കുക, പ്രീവിയസ് ഡേൻ്റെ ക്ലോസ്. പ്രീവിയസ് ഡേസ് ക്ലോസ് ആണിത്. പ്രീവിയസ് ക്ലോസ് 2556.15 ആണ്. അതായത് ഇന്നലെ ഓഹരി വിപണി, അതായത് ഇന്നലെ മാർക്കറ്റിൻ്റെ ടൈം കഴിയുമ്പോൾ റിലയൻസിൻ്റെ ഓഹരിയുടെ പ്രൈസ് 2556.15 ആണ്. നേരത്തെ പറഞ്ഞല്ലോ റിലയൻസ് ഇപ്പോൾ ഇത്ര ശതമാനം ലാഭത്തിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണല്ലോ പറഞ്ഞത്. അത് നമുക്കൊന്ന് ഈ മാർക്കറ്റ് ഡെപ്തിൽ നോക്കാം. അപ്പോൾ 1.40% അറൗണ്ട് ആടെ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാകും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ ലാഭത്തിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ലാഭത്തിലാണോ ട്രേഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അതറിയണ്ടെങ്കിൽ നമുക്ക് എന്തറിയണം, ഇന്നലെ ലാസ്റ്റ് ട്രേഡ് ചെയ്ത പ്രൈസ് എത്രയാണെന്ന് നമുക്കറിയണം. അങ്ങനെയല്ലേ നമുക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പൈസ കൂടുതലാണോ, ഇന്നലത്തിനേക്കാളും കൂടുതലാണോ കുറവാണോ എന്നറിയും. കൂടുതലാണെങ്കിലാണല്ലോ ലാഭത്തിലാണെന്ന് പറയുന്നത്. നമുക്ക് ആ മാർക്കറ്റ് ഡെപ്തിലൊന്ന് പോയി നോക്കാം. പ്രീവിയസ് ഡേൻ്റെ ക്ലോസ് എത്രയായിരുന്നു? 2556.15 ആയിരുന്നു പ്രീവിയസ് ഡേൻ്റെ ക്ലോസ്. ഇപ്പോൾ റിലയൻസ് ട്രേഡ് ചെയ്യുന്നതോ 2589.90 റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ലാഭത്തിലാണല്ലോ, മനസ്സിലായല്ലോ. അപ്പോൾ ഏകദേശം 30 രൂപയുടെ മേലെ ലാഭത്തിലാണുള്ളത്. അപ്പോൾ 1.32% അല്ലെ 1.3% ലാഭത്തിലാണ് റിലയൻസിൻ്റെ ഓഹരി നിലവിലുള്ളത്. ഇന്നലത്തേനെ അപേക്ഷിച്ച് 1.3% ലാഭത്തിലാണ് റിലയൻസിൻ്റെ ഓഹരി ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ റിലയൻസ് ഇപ്പോൾ ലാഭത്തിലാണ് ഉള്ളതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം കുറേ ഓഹരികൾ ഇവിടെ പച്ച നിറത്തിലാണുള്ളത്. ഇപ്പോൾ 2 എണ്ണം ഇവിടെ ചുവന്ന നിറത്തിലാണുള്ളത്. അപ്പോൾ ഈ പച്ച നിറത്തിലുള്ള ഓഹരികൾ ഇന്നലത്തെ പ്രൈസിനെ അപേക്ഷിച്ച് ഇന്ന് ലാഭത്തിൽ ട്രേഡ് ചെയ്യുന്ന ഓഹരികളാണ്. അതായത് ഇന്നലത്തെ പ്രൈസിനെ അപേക്ഷിച്ച്
ഇന്ന് ലാഭത്തിൽ ട്രേഡ് ചെയ്യുന്ന ഓഹരികളാണ് പച്ച നിറത്തിൽ കാണിക്കുന്നത്. ചുവന്ന നിറത്തിൽ കാണിക്കുന്നത് ഇന്നലത്തെ ക്ലോസ് ചെയ്ത പ്രൈസിനെ അപേക്ഷിച്ച് നഷ്ടത്തിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകളാണ്. അതായത് അതിപ്പോൾ ഇന്നലത്തെ പ്രൈസിനെ അപേക്ഷിച്ചിട്ട് അതിൻ്റെ പ്രൈസ് ഇപ്പോൾ താഴെയായിരിക്കും ഉണ്ടാവുക. നമുക്ക് നോക്കാം അത് ശരിയാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. എവിടെയാണ് നോക്കുക? നമ്മൾ മാർക്കറ്റ് ഡെപ്തിൽ പോയിട്ട് നോക്കുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾ റെഡിൽ കാണുന്നത് ടാറ്റ സ്റ്റീലും സൺഫാർമയാണ് ലൈവായിട്ട് റെഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ മാർക്കറ്റ് ഡെപ്തിൽ പോയിട്ടൊന്ന് നോക്കാം, ചെക്ക് ചെയ്യാം നമ്മൾ പറഞ്ഞത് ശരിയാണോ എന്ന്. അപ്പോൾ മാർക്കറ്റ് ഡെപ്ത് പോകുന്നു. ടാറ്റ സ്റ്റീലിൻ്റെ പ്രീവിയസ് ഡേൻ്റെ ക്ലോസ് എത്രയാണ് നോക്കുന്നു. എത്രയാണ് പ്രീവിയസ് ഡേൻ്റെ ക്ലോസ്? 1324.15 പ്രീവിയസ് ഡേൻ്റെ ക്ലോസ്. ടാറ്റ സ്റ്റീൽ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പൈസ എത്രയാണ്? നിങ്ങൾക്ക് റൈറ്റ് സൈഡ് കാണാം 1318. അപ്പോൾ പ്രീവിയസ് ഡേൻ്റെ ക്ലോസ് 1324. ടാറ്റ സ്റ്റീൽ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1318. അപ്പോൾ ഏകദേശം 6 രൂപക്കടുത്ത് നഷ്ടത്തിലാണ് ഇപ്പോൾ ടാറ്റ സ്റ്റീൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പേഴ്സൻറ്റേജിൽ മൈനസ് കാണാം. -0.43% ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് -0.43% ഇന്നലത്തേനെ അപേക്ഷിച്ച് നഷ്ടത്തിലാണ് ടാറ്റ സ്റ്റീൽ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് റെഡ് കളറിൽ കാണിക്കുന്നുണ്ട്. നമുക്കൊന്നുകൂടി അത് കൺഫേം ആക്കാം. സൺഫാർമേൻ്റെ കേസ് കൂടി നോക്കാം. സൺഫാർമേൻ്റെ മാർക്കറ്റ് ഡെപ്ത് ഓപ്പൺ ആക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം പ്രീവിയസ് ഡേൻ്റെ ക്ലോസ് 832 രൂപയാണ്. 832 രൂപയാണ് സൺഫാർമേൻ്റെ തൊട്ട് മുന്നത്തെ ദിവസത്തെ ക്ലോസിംഗ് പ്രൈസ്. ഇവിടെ ഇപ്പോൾ കാണാം നിങ്ങൾക്ക് സൺഫാർമ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 820 രൂപ ആ ഒരു റേഞ്ചിലാണ്. അപ്പോൾ ഏകദേശം 12 രൂപയുടെ നഷ്ടത്തിലാണ് സൺഫാർമ ഇന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ -1.37% ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൺഫാർമ റെഡിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഗ്രീനിൽ കാണിക്കുന്നത് ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് ലാഭത്തിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകളാണ്. റെഡിൽ കാണിക്കുന്നത് ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് നഷ്ടത്തിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകളാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഐക്കൺ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിപ്പോൾ ചാർട്ടിൻ്റെ ഐക്കൺ, അതായത് നമ്മൾ ഈ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റോക്കുകളുടെ ചാർട്ട് നമുക്ക് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഐക്കണാണ് ഈ ചാർട്ട് ഐക്കൺ. ഈ ചാർട്ട് വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നതും ഏത് പ്രൈസിനാണ് വാങ്ങേണ്ടതെന്നും വിൽക്കേണ്ടതെന്നും എല്ലാം തീരുമാനിക്കുന്നത് ഈ ചാർട്ട് വെച്ചിട്ടാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി കുറച്ചുകൂടി ഡെപ്തിൽ നമുക്ക് പോകാം. അതിനു മുന്നേ ബാക്കിയുള്ള ഐക്കൺ കൂടി നമുക്കൊന്ന് ജസ്റ്റ് പരിചയപ്പെടാം. ഇവിടെ കാണുന്നത് ഡിലീറ്റ് ഐക്കണാണ്. അതായത് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റോക്കുകളുണ്ടല്ലോ, ഇതിലേതെങ്കിലും ഒന്ന് ഇനി വാച്ച് ചെയ്യണ്ട, ഇത് നമ്മളിനി നോക്കുന്നില്ല എന്ന് വിചാരിക്കുക. ഇപ്പോൾ HDFC ബാങ്ക്, ബാക്കിയൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. HDFC ബാങ്ക് നമ്മളിനി നോക്കുന്നില്ല എന്ന് വിചാരിക്കുക. നമുക്കിനി ഇത് ഇവിടെ പ്രൈസ് കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡിലീറ്റ് കൊടുക്കുക. ആ വാച്ച് ലിസ്റ്റിൽ നിന്നും HDFC ബാങ്ക് റിമൂവ് ആയി. അപ്പോൾ ഇവിടെ മോർ ക്ലിക്ക് ചെയ്താൽ കുറച്ചും കൂടി ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. തൽക്കാലം ഇതൊന്നും നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല. അതുകൊണ്ട് ഇത് തൽക്കാലത്തേക്ക് നമുക്ക് ഒഴിവാക്കാം. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ വിശദമായിട്ട് കാണും. ഇതെല്ലാം ഇതിൻ്റെ ഉപയോഗം എന്താണ് നമ്മൾ വിശദമായിട്ട് കാണും. ഇപ്പോൾ നമുക്കിത് ആവശ്യമില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഒഴിവാക്കി വിടാം. ഇവിടെ നമുക്ക് റിലയൻസിൻ്റെ ചാർട്ട് ഒന്ന് ഓപ്പൺ ആക്കാം. അപ്പോൾ ഇതാണ് റിലയൻസിൻ്റെ ചാർട്ട്. ഈ ഒരു ചാർട്ടിംഗ് സ്റ്റൈലിനെ പറയുന്നത്, അതായത് ഈ റെഡും ഗ്രീനും ഇതുപോലെയുള്ള ക്യാൻഡിലുകൾ പോലെയുള്ള ഈ ഒരു ചാർട്ടിംഗ് സ്റ്റൈലിനെ പറയുന്നത് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് എന്നാണ്. ഈ ഒരു ചാർട്ടിംഗ് സ്റ്റൈലാണ് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട്. ഇതല്ലാതെ ഒരുപാട് ചാർട്ടിംഗ് സ്റ്റൈലുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. അതിനിവിടെ ഈ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ചാർട്ട് സ്റ്റൈൽ കാണാം. ക്യാൻഡിൽ, ബാർ, കളേർഡ് ബാർ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഇതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇതിനെപ്പറ്റിയിട്ടൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ക്യാൻഡിൽ സ്റ്റിക്കാണ്. അപ്പോൾ വേറെ ഏതെങ്കിലും ആണ് നിങ്ങളിപ്പോൾ കാണുന്ന ചാർട്ടെങ്കിൽ ഇവിടെ വന്ന് ഡിസ്പ്ലേയിൽ വന്ന് ക്യാൻഡിൽ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ ആദ്യം ഒരു ഓപ്ഷൻ കാണാം. ഇത് 1D. ഈ 1D എന്ന് പറയുന്നത് 1 ഡേ ആണ്. അതായത് ഇവിടെ 1D എന്ന് കാണാം. ഈ 1D എന്ന് പറയുന്നത് ഓരോ ക്യാൻഡിലിൻ്റെയും ഡ്യൂറേഷനാണ്. അതായത് ഇവിടെ നിങ്ങളൊരു ഇവിടെ നിങ്ങളിപ്പോൾ ഈ ലാസ്റ്റ് കാണുന്ന ഗ്രീൻ ക്യാൻഡിൽ അത് ഒരു ദിവസത്തേലാണ്. അതായത് ഒരു ദിവസം പ്രൈസ് ഏത് മുതൽ ഏതുവരെ പോയി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാൻഡിലാണ് ഒരു ക്യാൻഡിൽ. അതുപോലെ തന്നെ ഈ ഓരോ ക്യാൻഡിലുകളും ഒരു ദിവസത്തെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാൻഡിലുകളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം 1 മിനിറ്റിൻ്റെ ക്യാൻഡിൽ അവൈലബിൾ ആണ്, 2 മിനിറ്റ്, 3 മിനിറ്റ്, 4 മിനിറ്റ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാം.
അപ്പോൾ ഇതൊക്കെ മാറ്റി ക്ലിക്ക് ചെയ്ത് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. പറഞ്ഞാൽ ഇത് 1 ഡേ, ഒരു ദിവസത്തെ ക്യാൻഡിലാണ്. ഈ ക്യാൻഡിലിൻ്റെ ഡ്യൂറേഷൻ ഒരു ദിവസമാണ്, അതായത് ഒരു ദിവസത്തെ മൂവ്മെൻറ്റ് കാണിക്കുന്ന ക്യാൻഡിലാണിത്. നമുക്ക് മാറ്റി അതൊരു 1 മന്ത് കൊടുക്കാം. 1 മന്ത് കൊടുക്കുമ്പോൾ ചാർട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ക്യാൻഡിൽ, ഈ ലാസ്റ്റ് കാണുന്ന ക്യാൻഡിൽ ഒരു മാസത്തെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് കാണിക്കുന്ന ക്യാൻഡിലാണ്. അത് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി അതിൻ്റെ നേരെ താഴെ ഭാഗത്തേക്ക്, ആ ചാർട്ടിൻ്റെ നേരെ താഴെ ഭാഗത്തേക്ക് നിങ്ങൾ വരിക. എന്നിട്ട് ആ ലാസ്റ്റ് കാണുന്ന ക്യാൻഡിലിൻ്റെ മേലെ പോയിൻ്റർ ഒന്ന് വെക്കുക. ആ പോയിൻ്റർ വെക്കുമ്പോൾ നിങ്ങൾക്ക് നേരെ താഴെ കാണാം, ഇതാ നേരെ ഇവിടെ നിങ്ങൾക്ക് താഴെ കാണാം 1/10/2021. പോയിൻ്റർ വെക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം 1/10/2021 ക്യാൻഡിലാണ് ഈ ക്യാൻഡിൽ, അതായത് ഈ ഗ്രീൻ ക്യാൻഡിൽ, ലാസ്റ്റ് കാണുന്ന ഗ്രീൻ ക്യാൻഡിൽ 1/10/2021 ക്യാൻഡിലാണ്. അതായത് 1/10/2021 മുതൽ ഒരു മാസത്തേക്കുള്ള പ്രൈസിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ ഈ ക്യാൻഡിലാണ് കാണിക്കുക. അതിൻ്റെ തൊട്ട് മുന്നിലത്തെ ക്യാൻഡിൽ 1/9/2021 മുതൽ 1/10/2021 വരെയുള്ള മൂവ്മെൻറ്റ് കാണിക്കാനാണ് ഇതിൻ്റെ തൊട്ട് മുന്നത്തെ ക്യാൻഡിൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ക്യാൻഡിലിൻ്റെ ഡ്യൂറേഷനാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. ഇവിടെ 1 മന്ത് കൊടുത്താൽ ഈ ഒരു ക്യാൻഡിൽ 1 മന്ത് ആയിരിക്കും. 1 മന്ത് കഴിഞ്ഞാലാണ് ഇവിടെ അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്യുക. അതുപോലെ 5 മിനിറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ, അതുപോലെ 5 മിനിറ്റ്സ് കൊടുത്താൽ ഇവിടെ 5 മിനിറ്റ്സ് ആയിരിക്കും ഈ ക്യാൻഡിലിൻ്റെ ഡ്യൂറേഷൻ. ഇവിടെ ഇപ്പോൾ 5 മിനിറ്റ്സ് കഴിഞ്ഞാൽ അടുത്ത ക്യാൻഡിൽ ഫോം ആകും. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിൻ്റെ തൊട്ട് മുന്നത്തെ ക്യാൻഡിൽ 2:20 14:20 ടൈം കാണുന്നത്. 2:20 ഇവിടെ കാണാം, അതിൻ്റെ ടൈം 2:25. അതായത് ഓരോ ക്യാൻഡിലിൻ്റെ ഡ്യൂറേഷൻ 5 മിനിറ്റാണ്. ഇവിടെ നിങ്ങൾ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. ഇവിടെയാണ് ഇൻഡിക്കേറ്ററുകൾ, അതുപോലെയുള്ള നമുക്ക് ട്രേഡിങ്ങിന് ഈ ചാർട്ട് അനലൈസ് ചെയ്യാൻ സഹായകമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിൽക്കുന്നത് ഇവിടെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ ഒരുപാട് ഇൻഡിക്കേറ്ററുകൾ, ഒരുപാട് സാധനങ്ങൾ ഈ ചാർട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടും. ഇതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുമോ? ഇത്രയും നമുക്ക് പഠിക്കാൻ പറ്റുമോ? അതല്ല ഇതെല്ലാം നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഇത്രയും ഇൻഡിക്കേറ്റർ ഒരിക്കലും നമുക്ക് ചാർട്ടിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഇത്രയും നമുക്ക് പഠിക്കാനും പറ്റില്ല. അതുകൊണ്ട് നമ്മളിതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്യും. ഇത് നമുക്ക് പിന്നീട് ആഡ് ചെയ്യാം. അതിന് മുന്നേ എന്താണ് ഈ ഗ്രീൻ ക്യാൻഡിൽ, റെഡ് ക്യാൻഡിൽ, അല്ലെങ്കിൽ എന്താണ് ഈ ക്യാൻഡിലിനെ നിങ്ങളിവിടെ കാണുന്നുണ്ടാകും, കുറേ വാല് പോലെ കാണുന്നുണ്ടാകും, വിക്കുകൾ, ഇതൊക്കെ എന്താണ്? അതുപോലെ തന്നെ ക്യാൻഡിലിൻ്റെ സൈസ് കാണുന്നുണ്ടാകും, ഒരു ക്യാൻഡിൽ വലുതാണ്, ഒരു ക്യാൻഡിൽ ചെറുതാണ്. ഇതൊക്കെ പല പല മാറ്റങ്ങൾ നിങ്ങളിപ്പോൾ ക്യാൻഡിലിൽ കാണുന്നുണ്ടാകും. അതെന്തുകൊണ്ടാണ് അങ്ങനെ മാറ്റങ്ങൾ? എന്താണ് ഈ ക്യാൻഡിലുകൾ? ഈ ക്യാൻഡിൽ സ്റ്റിക്കിൽ ഈ ക്യാൻഡിലുകൾ എന്താണ് സൂചിപ്പിക്കുന്നത്? ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ പ്രൈസിൻ്റെ വേരിയേഷൻസ് മനസ്സിലാക്കാം? അതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇത് ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റാണ്. ലൈവ് പ്രൈസാണ് കാണുന്നത്. റിലയൻസിൻ്റെ ഓരോ 5 മിനിറ്റിൻ്റെയും ക്യാൻഡിലാണ്. നമുക്ക് ഇത് വെച്ച് തന്നെ നമുക്ക് പഠിക്കാം. കൂടുതൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഡാറ്റയൊന്നും നമുക്കിത് പഠിക്കാൻ ആവശ്യമില്ല. നമുക്ക് ലൈവ് മാർക്കറ്റിൽ തന്നെ പഠിക്കാം. നിങ്ങളിപ്പോൾ ഫോം ചെയ്തതിൻ്റെ തൊട്ട് മുന്നിലത്തെ ക്യാൻഡിൽ, അതായത് 2:20 ക്യാൻഡിൽ നിങ്ങളൊന്ന് നോക്കുക. 2:20 ഒരു വലിയ ഗ്രീൻ ക്യാൻഡിൽ അവിടെ ഫോം ആയിട്ടുണ്ട്. ഗ്രീൻ ക്യാൻഡിൽ, അതായത് പച്ച നിറം സൂചിപ്പിക്കുന്നത് ബയേഴ്സിനെയാണ്. അതായത് പ്രൈസ് മുകളിലേക്ക് പോകുന്നു. പ്രൈസ് മുകളിലേക്ക് പോകുന്നതിനെ സൂചിപ്പിക്കുന്ന നിറമാണ് പച്ച. നമ്മൾ നേരത്തെ ഇവിടെ ഈ അടുത്ത ഭാഗത്ത് വാച്ച് ലിസ്റ്റിൽ നമ്മൾ കണ്ടല്ലോ, പച്ച നിറത്തിലുള്ളത് ലാഭത്തിൽ നിൽക്കുന്ന സ്റ്റോക്കുകളാണ്. ഇന്നലത്തിനെ അപേക്ഷിച്ച് തൊട്ട് മുന്നത്തെ ദിവസത്തെ പ്രൈസിനെ അപേക്ഷിച്ച് ലാഭത്തിൽ നിൽക്കുന്ന സ്റ്റോക്കുകളാണ് പച്ച നിറത്തിൽ കാണുന്നത്. അതുപോലെ തന്നെ തൊട്ട് മുന്നിലത്തെ ക്യാൻഡിലിനെ അപേക്ഷിച്ചിട്ട് ലാഭത്തിലാണ് പൈസ നിൽക്കുന്നതെങ്കിൽ അത് ഗ്രീൻ കളറിലാണ് ക്യാൻഡിൽ ഉണ്ടാകുക. നമുക്കതിന് എക്സാമ്പിളായിട്ട് ഇന്നത്തെ ദിവസത്തെ സ്റ്റാർട്ടിങ് തന്നെ നോക്കാം. അതുമുതൽ നമുക്ക് കൃത്യമായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് ക്യാൻഡിൽസ് നോക്കാം, എങ്ങനെയാണ് ക്യാൻഡിൽസ് ഫോം ചെയ്തത്. ഇന്നത്തെ ദിവസത്തെ സ്റ്റാർട്ടിങ് ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിലാണിത്. നമ്മൾ 5 മിനിറ്റാണ് ഇവിടെ ഡ്യൂറേഷൻ കൊടുത്തത്, അതുകൊണ്ട് ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിലാണിത്. ഇത് നമുക്ക് നോക്കാം. ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹിസ്റ്ററി, അതായത് ഈ ഒരു ക്യാൻഡിൽ എങ്ങനെയാണ് ഫോം ചെയ്തത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഇവിടെ ട്രേഡ് ചെയ്ത് തുടങ്ങുന്ന പ്രൈസ് 2555. ഇത് ഏതായിരുന്നു സ്റ്റോക്ക്? റിലയൻസ്. റിലയൻസിൻ്റെ ട്രേഡ് ചെയ്ത് തുടങ്ങുന്ന പ്രൈസ് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക? മാർക്കറ്റ് ഡെപ്ത് പോവുക, ഓപ്പൺ നോക്കുക. ഓപ്പൺ എത്രയാണ് ഇവിടെ ഓപ്പൺ ചെയ്തത്? മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ റിലയൻസിൻ്റെ ഫസ്റ്റ് ട്രേഡ് ചെയ്ത പ്രൈസ് 2555.10 നോക്കാം. നമുക്ക് 2555.10 ചാർട്ടിൽ എവിടെയാണ് ഉള്ളത് നോക്കാം.
2555. ഇതാണ് ഏകദേശം 2555 വേണ്ടി ഒന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെയാണ് മാർക്കറ്റ് തുടങ്ങുന്നത്. പിന്നെ എന്ത് സംഭവിച്ചു? 5 മിനിറ്റ്, അടുത്ത 5 മിനിറ്റിൽ സംഭവിച്ചതിൻ്റെ റിസൾട്ടാണ് ഈ ക്യാൻഡിൽ. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് പറയാം. ഗ്രീൻ കളറിനെ പറ്റി പറഞ്ഞല്ലോ, അവിടെ ഓഹരിയുടെ പൈസ മേലോട്ട് പോകുമ്പോഴാണ് അവിടെ ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടാകുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇവിടെ സംഭവിച്ചത്? 2555 ഇതിൻ്റെ താഴോട്ട് നിങ്ങൾക്കൊന്നും കാണാൻ സാധിക്കുന്നില്ലല്ലോ. അപ്പോൾ 2555 പ്രൈസ് മേലോട്ട് പോയി അങ്ങനെ 2560, 65 ആ ഒരു റേഞ്ചിലെത്തി. ആദ്യത്തെ 5 മിനിറ്റിൽ തന്നെ 2555 പ്രൈസ് കയറി 2565 അതുകൊണ്ടാണ് അവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തത്. കാരണം തൊട്ട് മുന്നത്തെ, അതായത് ആ തുടങ്ങിയ പ്രൈസിനേക്കാളും കൂടുതലാണ് 5 മിനിറ്റ് കഴിയുമ്പോൾ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാറാകുമ്പോഴുള്ള ഓഹരിയുടെ പ്രൈസ്. അതുകൊണ്ടാണ് അവിടെ ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തത്. അപ്പോൾ ഗ്രീൻ ക്യാൻഡിൽ എന്താണ് സൂചിപ്പിക്കുന്നത്? ടെക്നിക്കൽ വശമല്ല, നമ്മളിതിൻ്റെ സൈക്കോളജിക്കൽ വശമാണ് ആലോചിക്കേണ്ടത്. അതായത് ഗ്രീൻ ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത് ഇവിടെയൊക്കെ നടന്നിട്ടുള്ളത് ബൈ ആണ്. അതായത് ആൾക്കാർ ഇവിടെയൊക്കെ ഈ പ്രൈസിനൊക്കെ സ്റ്റോക്കുകൾ വാങ്ങുകയാണ് ചെയ്തത്. ഇതിൻ്റെ റിലയൻസിൻ്റെ സ്റ്റോക്ക് വാങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ കൂടുതൽ ആളുകൾ വാങ്ങിയത് കൊണ്ടാണ് ഇതിൻ്റെ ഓഹരിയുടെ പൈസ മുകളിലേക്ക് കയറി പോകുന്നത്. കാരണം കൂടുതൽ ആൾ വാങ്ങി, അപ്പോൾ അതിന് ഡിമാൻഡ് വർദ്ധിച്ചു. അങ്ങനെയാണ് അതിൻ്റെ പൈസ കയറി മുകളിലോട്ട് പോകുന്നത്. ഇവിടെ ഗ്രീൻ കളറിൻ്റെ മേലെ ഒരു വാല് പോലെ ഒരു സാധനം കാണാം. എന്താണ് ആ വാല്? ഈ വിക്ക് എന്ന് പറയുന്ന സാധനം എന്താണ്? അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞല്ലോ, ഈ 2555 ആൾക്കാർ വാങ്ങി, കുറേ ആൾക്കാർ വാങ്ങി അങ്ങനെ ഡിമാൻഡ് വർദ്ധിച്ച് വന്നു. അപ്പോൾ എന്തായി? പ്രൈസ് ഇവിടെ വരെ എത്തി. ഇതിൻ്റെ ഈ ക്യാൻഡിലിൻ്റെ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് ഇതാണ്, ഏകദേശം 2565 അവിടെ വരെ എത്തി. ഈ റിലയൻസിൻ്റെ ഓഹരിയുടെ പൈസ ആദ്യത്തെ 5 മിനിറ്റിനുള്ളിൽ തന്നെ ഏകദേശം അവിടെ വരെ എത്തി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ഈ വാങ്ങിയ ആൾക്കാർക്ക് ഒരു തോന്നൽ വന്നു. വാങ്ങിയ ആൾക്കാരിൽ കുറച്ച് പേർക്ക് ഒരു തോന്നൽ വന്നു. അതായത് ഇനി ഇതിൽ കൂടുതൽ ഇതിൻ്റെ പൈസ കൂടില്ല, ഇതിൽ നിന്ന് മേലോട്ട് പോകില്ല, ഇതിൽ നിന്ന് താഴോട്ട് തന്നെ വരാനാണ് സാധ്യത. അതുകൊണ്ട് ഇതിൽ കൂടുതൽ ലാഭം ഇനി നമുക്ക് കിട്ടാൻ പോണില്ല. അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? അവിടെ വെച്ച് അവരുടെ കയ്യിലുള്ള ഓഹരികൾ അങ്ങ് വിറ്റേക്കും. അതായത് അവർ വാങ്ങി വെച്ച ഓഹരികൾ, ഇപ്പോൾ 2555 വാങ്ങിയെന്ന് വിചാരിക്കുക. ആ ഓഹരികൾ ഇവിടെ എത്തുമ്പോൾ അവർ വിൽക്കും. അതിൽ കുറച്ച് പേര് വിൽക്കും. അത് എത്ര പേര് വിറ്റു എന്ന് നമുക്കെങ്ങനെ ഏകദേശം ധാരണ കിട്ടുക? ഈ വിക്കിൻ്റെ സൈസ് നോക്കുക. കാരണം വിക്ക് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് പറയാം. ഇവിടെ വെച്ച് കുറച്ച് പേരത് വിറ്റൊഴിവാക്കുന്നു. അതായത് ഇതിൽ കൂടുതലിന് മേലോട്ട് പോകില്ല എന്ന് വിചാരിച്ച് അവരത് വിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? കുറച്ചാൾ വിൽക്കുമ്പോൾ ഈ വാങ്ങുമ്പോൾ ഡിമാൻഡ് കൂടി പ്രൈസ് കൂടുന്നത് പോലെ വിറ്റ് കഴിഞ്ഞാൽ ഡിമാൻഡ് കുറഞ്ഞ് പ്രൈസ് താഴോട്ടും വരും. അപ്പോൾ താഴോട്ട് കുറച്ച് ഇത്ര വരെ ഏകദേശം 2563.5 വരെ താഴോട്ട് വന്നു. എന്തുകൊണ്ടാണ്? കുറച്ച് ആൾക്കാരാണ് അവിടെ വിറ്റത്. ഈ വാങ്ങിയ ആൾക്കാർ 2555 മുതൽ 65 വരെയുണ്ട്. ഇത്രയും ആൾക്കാർ അവിടെ വാങ്ങിന്, പക്ഷെ വിറ്റത് ഇത്രയും ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്തായി? ആ ടോപ്പ് സ്ഥലത്തുനിന്ന് ആ വിറ്റ ആൾക്കാർക്ക് കണക്കായിട്ട് കുറച്ച് താഴോട്ട് വന്ന് അവിടെ ക്ലോസ് ചെയ്തു പ്രൈസ്. ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ട്രേഡ് അവിടെ ക്ലോസ് ആയി, അവിടെ കഴിഞ്ഞു. ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ അവിടെ കഴിഞ്ഞു. 2555 വാങ്ങുന്ന കുറേ ആൾക്കാർ വാങ്ങി 2565 പ്രൈസ് എത്തുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ആൾക്കാർ വിട്ടുപോകുന്നു, വിറ്റൊഴിവാക്കും. അപ്പോൾ എന്തായി? ആദ്യത്തെ 5 മിനിറ്റ് കഴിഞ്ഞ് അടുത്ത ക്യാൻഡിൽ ഫോം ആവാൻ തുടങ്ങും. 9:20 ആകുമ്പോൾ അടുത്ത ക്യാൻഡിലെത്തും. അടുത്ത ക്യാൻഡിൽ തുടങ്ങുന്നത് 2563 ആ ഒരു റേഞ്ച്, ആ ഒരു ഏരിയയിൽ അടുത്ത ക്യാൻഡിൽ തുടങ്ങും. അടുത്ത ക്യാൻഡിൽ തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് താഴോട്ടൊരു വിക്കാണ്. ഇവിടെയും ചെറിയൊരു വിക്ക് ഉണ്ട്, അത് ഞാൻ ചെയ്തതാണ്. അതിനെപ്പറ്റി അത്തരം ചെറിയ വിക്കുകൾ നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ കാണുന്നത് താഴോട്ടൊരു കുറച്ച് സാമാന്യം വലിയ, ഇതിൻ്റെ സൈസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സാമാന്യം വലിയൊരു വിക്ക് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ 2564 പ്രൈസ് എത്തിയപ്പോൾ അവിടെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഒരു തോന്നൽ വന്നു. അതായത് പ്രൈസിന് താഴോട്ട് പോകാനാണ് സാധ്യത. ഇവിടെ ഈ വിക്കൊക്കെ കണ്ടപ്പോൾ ആൾക്കാർക്ക് തോന്നൽ വന്നു, ഇവിടെ കുറച്ച് ആൾക്കാർ വിറ്റല്ലോ, ഇവിടെ കുറച്ച് ആൾക്കാർ വിറ്റു, അപ്പോൾ ആരൊക്കെയോ വിൽക്കുന്നുണ്ട്, അപ്പോൾ ഇനിയും പ്രൈസ് താഴോട്ട് പോകാനാണ് സാധ്യത എന്ന് വെച്ച് ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ ഈ ക്യാൻഡിൽ, രണ്ടാമത്തെ ക്യാൻഡിൽ തുടങ്ങിയപ്പോൾ തന്നെ ഇവിടെ കുറേ ആൾക്കാർ ഈ ഓഹരികൾ വിറ്റപ്പോൾ എന്ത് സ്വാഭാവികമായിട്ട് സംഭവിച്ചു? പ്രൈസ് താഴോട്ട് വന്നു.
ഇത്രയും വിറ്റു. അപ്പോൾ താഴോട്ട് വന്ന് 2560 ആ ഒരു റേഞ്ചിലെത്തി. അവിടെ എത്തിയപ്പോൾ എന്തായി, ആ ഒരു പ്രൈസിന് വേണ്ടി കാത്തു നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അതായത് 2560 എത്തിയാൽ വാങ്ങാം, അതൊരു നല്ല ഓഫർ പ്രൈസാണ്. അവിടുന്ന് പിന്നെ തിരിച്ച് ഇത് മേലോട്ട് തന്നെയാണ് പോവുക. അതുകൊണ്ട് 2560 എത്തിയാൽ വാങ്ങാൻ കാത്തു നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അവരെന്ത് ചെയ്തു, അവരുടെ അഗ്രസീവായിട്ട് വാങ്ങി. അതായത് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വിറ്റ് 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 വന്നുകൊണ്ടിരുന്നതാണ്. സെല്ല് ചെയ്ത് വന്നു. ഇവിടെ എത്തിയപ്പോൾ കുറേ ആൾക്കാർ കൂട്ടത്തോടെ വന്നിട്ട് അത് വാങ്ങി. അത് വാങ്ങിയപ്പോൾ എന്തായി, ഇതിന് ഡിമാൻഡ് കൂടി. പിന്നെ ഇതിൻ്റെ പ്രൈസ് കൂടി തിരിച്ച് അവിടെ തന്നെ എത്തി. 2563 വരെ എത്തി. തിരിച്ചെത്തി. ഇവിടുന്ന് പിന്നെ ആൾക്കാർ വാങ്ങാൻ തുടങ്ങി. അതായത് മേലോട്ടാണെന്നുള്ള നിഗമനത്തിൽ പിന്നെ ആൾക്കാർ വാങ്ങാൻ തുടങ്ങി. അങ്ങനെ വാങ്ങി അതിൻ്റെ പ്രൈസ് ഡിമാൻഡ് കൂടി 2569, 2570 ആ ഒരു റേഞ്ചിലെത്തി. 70-ലെത്തിയപ്പോൾ ആദ്യത്തെ ക്യാൻഡലിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ കുറച്ച് ആൾക്കാർക്ക് തോന്നി ഇനി ഇത് മേലോട്ട് പോകില്ല, ഇവിടുന്ന് വിറ്റ് ഒഴിവാക്കുന്നത് നല്ലതാണെന്ന് തോന്നി. കുറച്ച് ആൾക്കാർ ഈ വിക്കിൻ്റെ സൈസിന് കണക്കായിട്ടുള്ള അത്രയും ആൾക്കാർ എന്ത് ചെയ്തു, അവിടെ അത് വിറ്റൊഴിവാക്കി. ഇവിടെ വരെ എത്തിയത് 2570 ആ ഒരു റേഞ്ചിൽ വിറ്റൊഴിവാക്കി. അപ്പോൾ ഡിമാൻഡ് കുറഞ്ഞ് പ്രൈസ് തിരിച്ച് 2567 വന്നു. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, ഇവിടെ രണ്ട് സൈഡിലും വലിയ വിക്കുകളുണ്ട്. ഇവിടെ ഈ ക്യാൻഡിൽ തന്നെ ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. കുറേ ആൾക്കാർ സെല്ല് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടുന്ന് ഇവിടെ വരെയുള്ള ആൾക്കാർ സെല്ല് ചെയ്തു, ഇവിടുന്ന് ഇവിടെ വരെയുള്ള ആൾക്കാർ സെല്ല് ചെയ്തു. എന്നിട്ട് ക്യാൻഡിലിൻ്റെ നിറം ഗ്രീനാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഇവിടെ സെല്ലിങ്ങും നടന്നിട്ടുണ്ട്, ബൈയിങ്ങും നടന്നിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് ഇവിടെ ഗ്രീൻ കളർ ബോഡിയാണ് ഉണ്ടായത്. കാരണം സെല്ലേഴ്സിനെ അപേക്ഷിച്ചിട്ട് ഈ സൈസിന് കണക്കായ അത്രയും ബയേഴ്സ് ഇപ്പം കൂടുതലുണ്ട്. അതായത് സെല്ലേഴ്സും ബയേഴ്സും ഈക്വൽ ആണെങ്കിൽ ഇങ്ങനൊരു വിക്കാണ് ഫോം ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇവിടം വരെ പോയി, പ്രൈസ് ഇവിടം വരെ പോയി, അത്രയും ആൾക്കാർ തിരിച്ച് സെല്ലും ചെയ്താൽ തിരിച്ച് വന്ന് അതേ പ്രൈസിൽ തന്നെ നിൽക്കും പ്രൈസ്. അങ്ങനെ ഒരു വിക്കാണ് ഫോം ചെയ്യുക. ഇവിടെ ഗ്രീൻ ഫോം ചെയ്തതിൻ്റെ അർത്ഥം സെല്ലേഴ്സിനേക്കാളും കൂടുതൽ ഇത്രയും ഈ ഒരു സൈസിന് കണക്കായിട്ടുള്ള ആൾക്കാർ ബയേഴ്സ് ഉണ്ട് അവിടെ. അങ്ങനെയാണ് അവിടെ ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യുന്നത്. ഇപ്പോൾ ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് അടുത്ത ക്യാൻഡിലേക്ക് നോക്കാം. 9:25 ക്യാൻഡിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. അപ്പോൾ 9:25 ക്യാൻഡിൽ തുടങ്ങുന്നത് 2567.8 ആ ഒരു റേഞ്ചിലാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു, അവിടെ പ്രൈസ് തുടങ്ങിയപ്പോൾ ആദ്യം തന്നെ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തു, ഈ തൊട്ട് മുന്നത്തെ രണ്ട് ഗ്രീൻ ക്യാൻഡിലാണല്ലോ കണ്ടത്. അപ്പോൾ ആൾക്കാർക്കൊരു നിഗമനമുണ്ട്, എന്താണ്, ഇവിടെ എല്ലാവരുടെയും ബയേഴ്സാണ് കൂടുതൽ, അപ്പോൾ ഇത് നല്ല ഡിമാൻഡുള്ളൊരു സ്റ്റോക്കാണിപ്പോൾ, ഇനിയും മേലോട്ട് പോകാനാണ് സാധ്യത, ആൾക്കാർ വാങ്ങുകയാണ് ചെയ്യുന്നതെന്ന് കണ്ടു. അപ്പോൾ ആൾക്കാർ വാങ്ങുന്നത് കണ്ടിട്ട് നമ്മളും വാങ്ങാന്നുള്ളതിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ ആൾക്കാർ ഇവിടെ വാങ്ങാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇവർ എന്ത് ചെയ്തു, ഈ പ്രൈസിന് ഇവിടുന്ന് വാങ്ങാൻ തുടങ്ങി. അങ്ങനെ കുറേ ആൾ വാങ്ങി അങ്ങനെ ഡിമാൻഡ് കൂടി ഇവിടെ വരെ ആൾക്കാർ വാങ്ങി. അപ്പോൾ കുറച്ച് ആൾക്കാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിചാരിച്ചു ഇവിടെ വരെ മാക്സിമം പ്രൈസ് പോകും, ഇനി മേലോട്ട് പോകില്ല എന്ന് വിചാരിച്ച് അവർ എന്ത് ചെയ്തു, അവിടെ സെല്ല് ചെയ്തു. അവരുടെ കയ്യിലുള്ള സ്റ്റോക്ക് അവിടെ സെല്ല് ചെയ്തു. അപ്പോൾ എത്ര ആൾക്കാർ സെല്ല് ചെയ്തു, എത്ര ആൾക്കാർ അവിടെ സെല്ല് ചെയ്തു, നേരത്തെ പറഞ്ഞത് വെച്ചൊന്ന് ആലോചിച്ച് നോക്കി, എത്ര ആൾക്കാർ സെല്ല് ചെയ്തു. ഇവിടുന്നാണ് നമ്മുടെ മൂവ്മെൻറ്റ് തുടങ്ങുന്നത്, ഇവിടം വരെ ഇത്രയും ആൾക്കാർ വാങ്ങി. ഇപ്പോൾ ഈ ക്യാൻഡിൽ കണ്ടിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ക്യാൻഡിൽ 9:25 എത്ര ആൾക്കാർ സെല്ല് ചെയ്തു, ഇത്രയും ആൾക്കാർ തന്നെ അവിടെ സെല്ല് ചെയ്തു. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു വിക്ക് അവിടെ വന്നത്. വിക്ക് വരുന്നത് എങ്ങനെയാണ്, ഈക്വൽ ആയിട്ടുള്ള ആൾക്കാർ ബൈയും സെല്ലും ചെയ്യുമ്പോഴാണ് വിക്ക് വരുന്നത്. അപ്പോൾ 2567.8 തുടങ്ങി 2573.3 അത്രയും ആൾക്കാർ തിരിച്ച് സെല്ലും ചെയ്ത് പ്രൈസ് തിരിച്ച് അവിടെ തന്നെ എത്തി. പിന്നെ എന്താ സംഭവിച്ചത്, അത്രയും ആൾക്കാർ സെല്ല് ചെയ്ത് പ്രൈസ് തിരിച്ച് അവിടെ എത്തിയല്ലോ, അവിടുന്ന് പിന്നെയും ആൾക്കാർ സെല്ല് ചെയ്യാൻ തുടങ്ങി. അതായത് ബയേഴ്സിന് കണക്കായിട്ടുള്ള ആൾക്കാർ ഓൾറെഡി സെല്ല് ചെയ്ത് കഴിഞ്ഞു, അതിൽ കൂടുതൽ പിന്നെ ആൾക്കാർ സെല്ല് ചെയ്യാൻ തുടങ്ങി ഇവിടെ വരെ എത്തി. 2566.6 അവിടുന്ന് കുറച്ച് ആൾക്കാർ വാങ്ങി, അതുകൊണ്ട് കുറച്ച് തിരിച്ചു കയറി. എന്നാലും കുറച്ച് അവിടെ ഒരു റെഡ് കളർ ബാക്കിയായി. എന്തുകൊണ്ടാണ്, അതിൻ്റെ അർത്ഥം ഈ ഒരു ക്യാൻഡിലിൽ നടന്ന ട്രേഡിൽ ബയേഴ്സിനേക്കാളും ഇത്ര കൂടുതലാണ് സെല്ല് ഇരിക്കുന്നത്. അതായത് ബയേഴ്സിനേക്കാളും ഇത്ര കൂടുതൽ മാത്രമേ ഇവിടെ സെല്ലേഴ്സ് ഉള്ളൂ. ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ഇവിടെ നടന്നു. മാത്രം കൂടുതലാണ് അവിടെ സെല്ലേഴ്സ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഒരു ക്യാൻഡിൽ കൂടി എക്സാമ്പിൾ എടുക്കാം. ഇവിടുന്ന് ഇപ്പോൾ 2567 പ്രൈസ് നിന്നു. ആൾക്കാർ വിചാരിച്ചു ഇത് താഴോട്ടാണ് പോകുന്നതെന്ന് വിചാരിച്ച് എല്ലാവരും സെല്ല് ചെയ്ത് ഒഴിവാക്കി. അപ്പോൾ സെല്ല് ചെയ്ത് പ്രൈസ് ഡിമാൻഡ് കുറഞ്ഞു വന്നു ഇവിടെ വരെ. അതായത് 2555 വരെ പോയി.
എന്നിട്ട് അവിടുന്ന് കുറച്ച് ആൾക്കാർക്ക് ബൈ ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നിയിട്ട് അവർ വാങ്ങി. പ്രൈസ് എത്രയായി? 2560 വരെയായി. ബയ്യേഴ്സ് ഇത്ര മാത്രമേ ഇവിടെയുള്ളൂ, ഇത്രയേ ബയ്യേഴ്സ് ഉള്ളൂ. പക്ഷെ സെല്ലേഴ്സോ ഇതിൻ്റെ ടോപ്പ് മുതൽ താഴെ വരെ ഇത്രയും സൈസ് സെല്ലേഴ്സ് ഉണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ഇത്രയുള്ള ബയ്യേഴ്സിനെ അപേക്ഷിച്ച്, ഈ വിക്കിൻ്റെ അത്രയുള്ള ബയ്യേഴ്സിനെ അപേക്ഷിച്ച് ഇത്രയും കൂടുതലാണ് സെല്ലേഴ്സ്. ഈ ബോഡിക്ക് കണക്കായി അത്രയും കൂടുതലാണ് സെല്ലേഴ്സ്. അതുകൊണ്ടാണ് അവിടെ റെഡ് ക്യാൻഡിൽ ഉണ്ടായത്. അപ്പോൾ ഈ റെഡ് ക്യാൻഡിലും ഗ്രീൻ ക്യാൻഡിലും ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കുറേ ക്യാൻഡിൽ കാണുന്നുണ്ടാകും, പല സൈസ് വിക്കുള്ളത്, പല സൈസ് ബോഡി ഉള്ളത്, അതായത് ഈ നിറമുള്ളത് എല്ലാം കാണുന്നുണ്ടാകും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഓരോ ക്യാൻഡിലായിട്ടൊന്ന് എടുത്ത് നോക്കുക, അവിടെ എന്താണ് നടന്നത്. വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തൊന്ന് എടുത്ത് നോക്കുക. അപ്പോൾ ഇവിടെ റെഡ് ക്യാൻഡിലുണ്ട്. എന്താണ് നടന്നത്? ഇവിടെ ഈ പ്രൈസിന് 2559 ആൾക്കാർക്ക് വിൽക്കുന്നതാണ് നല്ലത് തോന്നിയിട്ട് കുറേ ആൾക്കാർ, ഇത്രയും ആൾക്കാർ വിറ്റു. അതുകൊണ്ട് അതിൻ്റെ ഡിമാൻഡ് പറഞ്ഞ് പ്രൈസ് ഇവിടെ എത്തി. ഇവിടെ എന്താണ് കണ്ടത്? ഇവിടെ ബോഡിയേ ഇല്ല. ഇവിടെ നോക്കുക, ഈ 1150 ക്യാൻഡിൽ നോക്കുക, ഇവിടെ ബോഡിയേ ഇല്ല, വെറും വിക്ക് മാത്രമാണുള്ളത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അവിടെ ട്രേഡ് തുടങ്ങിയത് 2549.96 പിന്നെ എന്ത് സംഭവിച്ചു? ആൾക്കാർ വിചാരിച്ചു ഇത് താഴോട്ടാണ് പോകുന്നത്. ഇതിൻ്റെ മുന്നത്തെ ക്യാൻഡിലൊക്കെ കണ്ടിട്ട്, റെഡ് കണ്ടിട്ട് ആൾക്കാർ വിചാരിച്ചു താഴോട്ടാണ് പോകുന്നത് എന്ന് വിചാരിച്ച് കുറേ ആൾക്കാർ അവിടെ സെല്ല് ചെയ്തു. ഇത്രയും ആൾക്കാർ സെല്ല് ചെയ്തു. പക്ഷേ ആ 2547.53 എന്ത് സംഭവിച്ചു? അത്രയും ആൾക്കാർ ബൈയും ചെയ്തു തിരിച്ചിട്ട്. ആടെ എത്തിയപ്പോൾ കുറേ ആൾക്കാർ വിചാരിച്ചു ഇത് മേലോട്ടാണ് പോകാമെന്ന് വെച്ച് അതിന് ഓപ്പോസിറ്റായിട്ട് അത്രയും ആൾക്കാർ ബൈയും ചെയ്തു. ഇവിടെ സെല്ല് ചെയ്ത ആൾക്കാരും ബൈ ചെയ്ത ആൾക്കാരുടെ എണ്ണ ഈക്വലാണ്. ഇവിടെ കോമ്പറ്റീഷൻ അവിടെ ഒരു ടൈ ആണ്. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തു? ക്യാൻഡിലിന് കളറില്ല, വെറും വിക്ക് മാത്രമായി. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവല്ലോ ഈ ക്യാൻഡിലൊക്കെ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെന്ത് ചെയ്യുക? ഇതുപോലെ ഏതെങ്കിലുമൊക്കെ സ്റ്റോക്കുകൾ എടുക്കുക, വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. ജസ്റ്റ് സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുക, വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ സ്റ്റോക്കുകളെ പറ്റി ഒരു ധാരണ ഒന്നുമില്ലെങ്കിൽ വെറുതെ ഒരു നെയിം കൂടി അടിക്കുക. നിങ്ങൾക്ക് ഒരുപാട് കമ്പനികളെ പേരറിയായിരിക്കുമല്ലോ, ന്യൂസിലൊക്കെ കണ്ട്. ഇപ്പോൾ ഇൻഫോസിസ് അറിയാമെന്ന് വിചാരിക്കുക, വെറുതെ ഇൻഫോസിസ് എന്ന് സെർച്ച് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ പേര് കാണാം, NSE എന്നുള്ളതിന് തൊട്ടിപ്പുറം കണ്ട ഇൻഫോസിസ് ആഡ് ചെയ്യുക. അങ്ങനെ ഒരുപാട് HCL ഉണ്ട്, ഒരുപാട് കമ്പനികൾ അറിയാലോ, ബ്രിട്ടാനിയ ഉണ്ടായിരിക്കും, ഒരുപാട് കമ്പനികൾ അറിയാലോ. അങ്ങനെ ഓരോരോ കമ്പനികൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യുക. അതിൻ്റെ ചാർട്ട് വെറുതെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കുക. ആഡ് ചെയ്ത് അതിൻ്റെ ചാർട്ട് ഓപ്പൺ ആക്കി നോക്കുക. എന്നിട്ട് നമ്മൾ പറഞ്ഞത് ജസ്റ്റ് ഓരോ ക്യാൻഡിലായിട്ടൊന്ന് നോക്കുക. വെറുതെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഇന്നത്തെ ദിവസം തുടക്കം മുതൽ നോക്കുക. അന്ന് എന്താണ് സംഭവിച്ചത്, അന്ന് ക്യാൻഡിലുകളിൽ എന്താണ് സംഭവിച്ചത്. ആദ്യത്തെ ക്യാൻഡിൽ ഇതെങ്ങനെയാണ് ഈ ഗ്രീൻ ഇങ്ങനെ വന്നത്, ഇവിടെ എന്താണ് ബയേഴ്സ് സെല്ലേഴ്സ് തമ്മിലുള്ള ഇടപാട്, ഇവിടെ എന്താണ് സംഭവിച്ചത്, ആരാണ് ജയിച്ചത്, ഈ കോമ്പറ്റീഷനിൽ ആരാണ് ജയിച്ചത്, അവിടെ എത്ര പവറിലാണ് അവർ ജയിച്ചത്. ഇത് ഭൂരിപക്ഷമാണ്. ശരിക്കും പറഞ്ഞാൽ ഇലക്ഷൻ്റെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഭൂരിപക്ഷമായിട്ട് പറയാം നമുക്ക്. എത്ര ഭൂരിപക്ഷത്തിനാണ് അവിടെ ജയിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈം ഫ്രെയിം ഇവിടെ ഉപയോഗിക്കാം. ഡ്യൂറേഷൻ ഇഷ്ടമുള്ളത് കൊടുക്കുക. എന്നിട്ട് ക്യാൻഡിൽ നോക്കുക. ഇവിടെയാണെങ്കിൽ 1-ാം തീയതി, ഇത് ഡേ ക്യാൻഡിലാണല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, ഡ്യൂറേഷൻ ഡേ ആണല്ലോ. 1-ാം തീയതി എന്ത് സംഭവിച്ചു, 4-ാം തീയതി എന്ത് സംഭവിച്ചു, 5-ാം തീയതി എന്ത് സംഭവിച്ചു, അവിടേക്ക് ആരാണ് ജയിച്ചത്, എത്ര ഭൂരിപക്ഷം, എത്ര കൂടുതൽ അവിടെ ബയേഴ്സ് ഉണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് ക്യാൻഡിലുകൾ കുറേ ഇങ്ങനെ എടുത്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് അതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞത് ചെയ്ത് ഒരു ധാരണയാക്കി വെക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി ഇതിൻ്റെ കുറച്ചുകൂടി ഡെപ്തിലേക്ക് നമ്മൾ ഇറങ്ങും. നമ്മൾ ആദ്യത്തെ വീഡിയോനേക്കാളും കുറച്ച് ഡെപ്തിലേക്ക് നമ്മൾ ഓൾറെഡി ഇറങ്ങിക്കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിനും കുറച്ചും കൂടി ഡെപ്തിലേക്ക് ഇറങ്ങും. അങ്ങനെ നമ്മൾ ഡേ ട്രേഡിങ്ങിന് വേണ്ട എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കും. അതുകൊണ്ട് ക്ഷമയോടെ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ ചെയ്യുക. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയരുത്. അതായത് നിങ്ങളിങ്ങനെ ഞാൻ ഈ പറഞ്ഞതുപോലെ അനലൈസ് ചെയ്യാതെ നിൽക്കരുത്. അങ്ങനെ നിന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ മനസ്സിലാക്കി വെക്കും. ഇങ്ങനെ ഓരോ ക്യാൻഡിൽ നോക്കി മനസ്സിലാക്കും എങ്ങനെയാണ് ഈ ക്യാൻഡിൽ ഫോം ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കി അവിടെ വെക്കുക. അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ ഉണ്ടാകും. അപ്പോൾ അതിനു മുന്നേ ഇതൊന്ന് നോക്കി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് വരുന്ന വീഡിയോകളിൽ പഠിക്കാം. അപ്പോൾ പറഞ്ഞതുപോലെ ചാർട്ട് ഇതേപോലെ സിമ്പിളായിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ഇതാണ് ചാർട്ട് അനാലിസിസ്, സിമ്പിളാണ്. ഇപ്പോൾ പറഞ്ഞത് മാത്രം ചെയ്തു നോക്കുക. ഓരോ ക്യാൻഡിലൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക.
അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് അഭിപ്രായമുണ്ടെങ്കിലും എന്ത് സംശയമുണ്ടെങ്കിലും കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതി. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.